ഈ ഒരു പലഹാരം എന്തായാലും സേവ് ചെയ്ത് വെച്ചോളൂ. വൈകുന്നേരം എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ദിവസങ്ങളിൽ ഉണ്ടാക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു അത്യാവശ്യം വലിപ്പമുള്ള സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. സവാളയും പച്ചമുളകും ചെറുതായിട്ട് തന്നെ അരിയാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും നല്ലൊരു കളറിനായിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാം. നേർത്ത അവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അവിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു സവാളയിൽ നിന്നൊക്കെ ഇറങ്ങുന്ന വെള്ളം നല്ലപോലെ വലിച്ചെടുക്കാൻ വേണ്ടി സഹായിക്കും. ഇതിനെ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും സവാളയിൽ നിന്നൊക്കെയുള്ള വെള്ളമൊക്കെ ഇറങ്ങി അവിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും. ഈ ഒരു പാകത്തിനാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 4 മുട്ടയാണ്. പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഗ്രേറ്ററിലൂടെ ഗ്രേറ്റ് ചെയ്തിടാം. കട്ട് ചെയ്തിടുന്നതിനേക്കാളും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിടുന്നതാണ് നല്ലത്. അപ്പോൾ അതാ 4 മുട്ടയും ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതിനുശേഷം കൈ ഉപയോഗിച്ച് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്തോളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 കപ്പ് ചീസ് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ഷേസ്വാൻ സോസാണ് ചേർത്തിരിക്കുന്നത്. ഷേസ്വാൻ സോസ് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ അവസാനം ചേർത്ത് കൊടുത്തിരിക്കുന്ന ചീസും സോസും ഓപ്ഷനിലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ അത്യാവശ്യം വലുപ്പത്തിൽ ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് മൈദയുടെ കൂട്ടൊന്നും ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഡിപ്പൊന്നും ചെയ്തെടുക്കുന്നില്ല. അതിന് നല്ല പറ്റുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രെഡ് ക്രംസിൽ വെറുതെ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം മൈദയുടെ കൂട്ടിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരല്പം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന്ന് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കാതെ വളരെ സിമ്പിളായ രീതിയിലാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഉണ്ണിയപ്പ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ചെറുതായിട്ട് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഓരോ ഉരുളകൾ ഓരോ കുഴിയിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. ഒരുപാട് എണ്ണയൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരല്പം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. നിങ്ങൾക്ക് നല്ല ഹാർഡായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മൈദയുടെ കൂട്ടിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്താൽ മതി. അവസാനമായിട്ട് മയോണൈസും കൊണ്ട് ഒന്ന് ഡെക്കറേറ്റും കൂടെ ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. വൈകുന്നേരം സ്നാക്കൊക്കെ കഴിക്കാൻ തോന്നുമ്പം ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഒരു ചാട്ടൊക്കെ കഴിക്കണ ഫീലിംഗ് ആണ് ഉണ്ടാകുക. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയൂ കേട്ടോ.